ആറ്റുകാൽ പൊങ്കാല തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചിലർ നോക്കി. പക്ഷേ അതൊരിടവും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വീണ്ടും പൊങ്കാല പൊളിക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ആറ്റുകാലിൽ ലക്ഷക്കണക്കിന് അമ്മമാരാണ് പൊങ്കാലയിടാൻ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആറ്റുകാൽ അമ്പലത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം പാളയം ഇമാം അടക്കം പറഞ്ഞതാണ് ആറ്റുകാൽ പൊങ്കാല കൃത്യമായി നടത്താനും അല്ലെങ്കിൽ വരുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകണമെന്ന്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും നടക്കുന്നത്. എല്ലാവരും അവരവരുടെ വീടുകളടക്കം തുറന്നിട്ട് കൊടുത്തുകൊണ്ട് ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് തലസ്ഥാനത്തെത്തുന്ന മറ്റ് സ്ഥലത്തുള്ളവർക്കൊക്കെ തലസ്ഥാനം ഒരുക്കുന്നത്. ആ പുണ്യ നിറവിലാണ് ജനങ്ങൾ അല്ലെങ്കിൽ എത്തുന്ന അമ്മമാർ, ലക്ഷക്കണക്കിന് അമ്മമാർ പൊങ്കാലയും ഇട്ട തിരിച്ച് മടങ്ങുന്നത്. യാത്രാ ദുരിതങ്ങളോ വരുന്നതോ പോകുന്നതോ ഒന്നും അവരെ ബാധിക്കാറില്ല എന്നുള്ളതാണ് വ്രതശുദ്ധിയോടെ വന്ന് പൊങ്കാലയിടുന്ന ഓരോ അമ്മമാരും. ഇത്തവണ പൊങ്കാലയ്ക്ക് മുമ്പ് റോഡുകളെല്ലാം ഗതാഗത യോഗ്യമാക്കുകയും ആളുകൾക്ക് വരാനായി എല്ലാ രീതിയിലും റോഡുകൾ ഒരുക്കി തലസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത 46 വർഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ട് പോലും അത് നേരെ ചൊവ്വെ കൊണ്ടുപോകാൻ കഴിയാതെ ഇത്തവണ BJP ഏറ്റെടുത്തതിനു ശേഷം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി ഇത് തകർക്കാനായി. പക്ഷെ ഒന്നും വിലപ്പോയില്ല എന്നുള്ളതാണ്. ഒടുവിൽ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണ് പല പരിശ്രമങ്ങളും നടന്നത്. പക്ഷെ അവിടെയും ടാങ്കറിലൊക്കെ വെള്ളം ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെള്ളം നൽകിക്കൊണ്ട് മേയർ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീണ്ടും പൊങ്കാല തകർക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കുടിവെള്ളം മുടക്കിയ ശേഷം VV രാജേഷിനെതിരെ അത് തിരിച്ചുവിടാൻ, അതായത് മേയർക്കെതിരെ അത് തിരിച്ചുവിടാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നു. പലരും പെയ്ഡ് പേജുകൾ ഉണ്ടാക്കി, ഫേസ്ബുക്കിലടക്കം പെയ്ഡ് പേജുകൾ ഉണ്ടാക്കി അതിൽ നാറാത്തത് നാറി എന്നുള്ളതാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുടിവെള്ളമില്ല എന്ന് പറഞ്ഞ് ദേശാഭിമാനി അടക്കം ഇവിടെ വാർത്ത അച്ചടിച്ചു. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം അതിനുവേണ്ടി വച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരാണ് വെള്ളം കൊടുക്കേണ്ടത്? ഒരു ചോദ്യമാണ്. CPM ആണ്, അതായത് ജലവകുപ്പ് മന്ത്രി. അദ്ദേഹം കൃത്യമായി ഇടപെട്ടുകൊണ്ട് അത് കൃത്യമായി ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ മേയർ, അതായത് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി എന്ന് പറയുന്നത് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിനെ നയിക്കുന്നതും റോഷി അഗസ്റ്റിനെ വഴികാട്ടുന്നതുമൊക്കെ CPM ആണ്. CPMന്റെ കൃത്യമായ ഓപ്പറേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് തിന്നാൻ പറ്റിയില്ലെങ്കിൽ നീയും തിന്നണ്ട, ഇതാണ് CPMന്റെ രീതി എന്ന് പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ഞങ്ങൾ അധികാരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതൊന്നും ഇവരുടെ വിഷയമേ അല്ല എന്നുള്ളതാണ്. അതായത് വെള്ളമൊക്കെ എത്തിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാണ് ചില ഇടതുപക്ഷ ഹാൻഡിലുകൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികർ ചിന്തിച്ചത്. പക്ഷേ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുടിവെള്ളം മുടങ്ങിയാൽ എന്താകും? അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറും. അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് അത് മാറിയാൽ മേയർ ഉത്തരം പറയണം. പക്ഷേ മേയർ എന്താണ് ചെയ്തത്? 150 ടാങ്കുകളാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് ഇറക്കി വിട്ടത്. എന്നിട്ട് ഈ ടാങ്കുകളിൽ വെള്ളം തരാൻ പറഞ്ഞു. അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പല ഭാഗത്തോട്ടും കുടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ BJP ഓഫീസിലും കൂടെ ഈ കുടിവെള്ളം കൊണ്ടു കയറി. അവിടെയുള്ളത് മനുഷ്യരാണല്ലോ. അങ്ങനെ കുടിവെള്ളം കൊണ്ട് കയറിയപ്പോൾ അതുമാത്രം പതിയിരുന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് വേറെ ഒരിടത്തും കുടിവെള്ളം എത്തിച്ചില്ല, എന്നാൽ BJP ഓഫീസിൽ മാത്രം മേയർ കുടിവെള്ളം എത്തിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രചാരണം നടത്തി. എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നേരത്തെ ഈ KGMO ഒക്കെ ഡോക്ടർമാരൊക്കെ ബഹിഷ്കരണം നടത്തിക്കൊണ്ട് പൊങ്കാലയിൽ ഞങ്ങൾ ബഹിഷ്കരിക്കും, പൊങ്കാലയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മേയർ പറഞ്ഞു,
നിങ്ങൾ വന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾക്ക് ഡോക്ടർമാരെ ഞങ്ങൾ കൊണ്ടുവന്ന്, ഞങ്ങൾ വിളിച്ചാൽ വരുന്ന ഡോക്ടർമാരുണ്ട്, അവരിവിടെ വന്ന് സേവനം നടത്തും, നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ വേണ്ട. വളരെ മാന്യപൂർവ്വമാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിറ്റേ ദിവസം തന്നെ KGMO പൊങ്കാല ബഹിഷ്കരണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ പൊങ്കാലയ്ക്ക് സേവനം നൽകാൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. കാരണം അങ്ങനെ അവർ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ BJP അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരെ ഇറക്കിക്കൊണ്ട് അവർ അതിനെ നേരിടും. അത് പിന്നീട് CPM-നും KGMOയ്ക്കും തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രശ്നമില്ല ഞങ്ങൾ വരാം എന്നായത്. പിന്നീട് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമായി, വെള്ളം കൊടുക്കാതെയായി. തലസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും വെള്ളം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടി. പലതവണ സമരം നടത്തി നോക്കി, പ്രതിഷേധം നടത്തി നോക്കി, വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞു നോക്കി, പരാതി പറഞ്ഞു നോക്കി. ഒന്നിലും വാട്ടർ അതോറിറ്റി വഴങ്ങില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം തരില്ല, ഞങ്ങളുടെ സർക്കാർ അല്ല ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതനുകൂല സംഘടനകളടക്കം ആലോചിച്ച് നോക്കണം. പാളയം ഇമാമിനെ പോലെ ഒരാളടക്കം പറഞ്ഞതാണ് ആറ്റുകാൽ പൊങ്കാല ഏറ്റവും നന്നായി നടത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും അവർക്ക് നൽകണം. മസ്ജിദുകൾ, വീടുകൾ അടക്കം തുറന്നിടണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഭക്ഷണമായാലും വെള്ളമായാലും. നമുക്ക് റംദാനാണ്, നമ്മൾ നോമ്പിലാണ്, പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൂടിയായിട്ട് ഉണ്ടാക്കി മാറ്റി വയ്ക്കണം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് സംസ്ഥാനത്തെ, അല്ലെങ്കിൽ CPM ആണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്, വരുന്നവർക്കെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് CPM ആണ്. അവിടെ BJP എന്നോ CPM എന്നോ കോൺഗ്രസ് എന്നോ വേർതിരിവുകൾ ഇല്ലാതെ ഒറ്റക്കെട്ടായി പോകേണ്ട ഒരു സമയത്ത് ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ അവിടെയും മേയർ കൃത്യമായ ഇടപെടലുകൾ നടത്തിയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്ന് ഈ പൊങ്കാലയുടെ തലേ ദിവസം തന്നെ നമ്മൾ പല ഭാഗത്തും കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഓടി നടന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന, അന്വേഷിക്കുന്ന തിരുവനന്തപുരം മേയറാണ്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കല്ലും വച്ച് ചാരവും വാരി അതിൽ കൈയിട്ട് വാരി അതിന്റെ പണമുണ്ടാക്കി മേയർമാർ ഇവിടെ ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ആറ്റുകാൽ അമ്മ പോലും സഹിക്കാത്തതാണ് ഇത്തവണ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ തൂക്കിയെറിഞ്ഞുകൊണ്ട്, ആ മേയറുടെ ഒരൊറ്റ ഭരണം കൊണ്ട് 45 വർഷം കസേരയിലിരുന്ന CPM-ന് ആ കസേര നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അത് ആറ്റുകാൽ അമ്മ നൽകിയ 8ന്റെ പണിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും മേയർ ഞെട്ടിക്കുകയാണ്. തലസ്ഥാനം കൃത്യമായ എല്ലാ ഇടപെടലുകളും തലസ്ഥാനത്ത് നടത്തിക്കൊണ്ട് ഭക്തിസാന്ദ്രമായി ഇരിക്കുമ്പോഴും തലസ്ഥാനത്ത് വന്നെത്തുന്ന ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ, അവർ വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ രാവിലെ 9:25 ഭണ്ഡാരയടുപ്പിൽ തീ കത്തിക്കുന്നത് മുതൽ നിവേദിക്കുന്ന സമയം വരെ അവർക്ക് എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ട് തിരിച്ച് അവരവരുടെ വീടുകളിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും KSRTCയുടെ ഭാഗത്തു നിന്നായാലും എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് പൊങ്കാല നടക്കുന്നത്. എന്തായാലും കുറ്റങ്ങൾ ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടാകും. സോഷ്യൽ മീഡിയ പെയ്ഡ് പേജുകൾ, സഹാക്കന്മാരുടെ പേജുകൾ, അങ്ങനെ ഒരുപാട് പേജുകളിൽ ഒരുപാട് കുറ്റങ്ങൾ വരും. പക്ഷേ ഇത്തവണത്തെ പൊങ്കാല കഴിയുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും കോർപ്പറേഷൻ BJPക്ക് നൽകിയതിലുള്ള ഗുണം എന്താണ് എന്നുള്ളത്.